الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال وحمدا بقدر كمالك وعظمة ذاتك دائما بدوام ملكك يا الله. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة ترضيك وترضيه وترضى بها عنا يا أرحم الراحمين. اللهم صل على سيدنا محمد شجرة الأصل النورانية ولمعة القبضة الرحمانية وأفضل الخليقة الإنسانية وأشرف صورة الجسمانية ومعدن الأسرار الربانية وخزائن العلوم الاستفائية صاحب القبضة الأصلية والبغدة السنية والرتبة العلية من اندرجت النبيون تحت لوائه فهم منه وإليه وبارك وسلم عليه وعلى آله عدد ما خلقت ورزقت وأمت وأحييت إلى يوم تبعث من أفنيت برحمتك يا الله ويا أرحم الراحمين. سبحان المنفس عن كل مديون سبحان المفرج عن كل محزون سبحان من أمره بين الكاف والنون سبحان من إذا أراد شيئا أن يقول له كن فيكون. يا مفرد الغموم والغموم فرد غمومنا وغموم الله ويا حي يا قيوم برحمتك نستغيث. أرحم الراحمين يا الله ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. 15 വർഷത്തിൽ എന്തുണ്ട് ഇജാബത്ത് ചോദിച്ചാൽ ഉത്തരം കിട്ടും. മഗ്രിബ് മുതൽ സുബഹി വരെ ആര് പറഞ്ഞു? അതിൽ ഒരു രാത്രിയാണ് നമ്മൾ ഇപ്പോൾ ഖൈറായത് ചോദിക്കണം. ഇവിടെ ഇപ്പൊ 40 പേരുണ്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഉത്തരം ഉറപ്പാണ്. നിങ്ങൾ വീട്ടിൽ പോയിരുന്ന 40 പേരുമായിട്ട് 4 പേര് കിട്ടും. അതുകൊണ്ട് ശരിക്കും എനിക്ക് രക്ഷപ്പെടാൻ നിങ്ങൾ ഓരോരുത്തർക്കും രക്ഷപ്പെടാൻ ഈ രാവ് അല്ലാഹു ഉപകാരപ്രദമാക്കട്ടെ. ഇനി ഇതുപോലെ കൂട്ടായ്മ ചിലപ്പോൾ നമ്മൾ ഉണ്ടായിക്കണമെന്നില്ല. ഇനി അടുത്ത കൊല്ലം നമ്മൾ ജീവിച്ചിരുന്നെങ്കിലല്ലേ ഈ രാവ് നമുക്ക് കിട്ടുള്ളൂ. അല്ലാഹു നമുക്ക് ആഫിയത്ത് തരട്ടെ. അതുകൊണ്ട് ശരിക്കും ദുആ ഇരക്ക് 15 രാവേ ഉള്ളൂ. 365 ദിവസങ്ങളിൽ ഒരു വർഷത്തിൽ നമുക്ക് കിട്ടുക. അതിൽ ഒരു രാവാണ് നമുക്ക് കഴിയുന്നത്. അത് ഓർക്കണം. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ വരണം. ഓരോ ഉദ്ദേശങ്ങളും ഈ ദുആ ചെയ്യുമ്പോൾ അല്ലാഹു തൗഫീഖ് തരട്ടെ. الحمد لله. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين يا الله ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ സംഗമം നീ കബൂലാക്കണേ അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ളതായ സർവ്വവിധ പാപങ്ങളും വിട്ടുപുറത്ത് അഫ്വ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്നാക്കണേ അല്ലാഹ്. നീക്കം ചെയ്യണേ അല്ലാഹ്. അഹങ്കാരത്തെ നീക്കണേ അല്ലാഹ്. ലോകമാന്യത നീക്കണേ അല്ലാഹ്. നിന്റെ മാരിഫത്താകുന്ന നൂറ് കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ സംശുദ്ധമാക്കണേ അല്ലാഹ്. ഒരുപാട് ഖൈറായ നല്ല നിയ്യത്തുകൾ ഞങ്ങൾ കൊണ്ട് റബ്ബേ ഈ സദസ്സിൽ വന്നു ചേർന്ന സഹോദര സഹോദരിമാർക്കുണ്ട് അല്ലാഹ്. ഇവിടെയുള്ള ഉലമാക്കൾ കൊണ്ട് അല്ലാഹ്. മഹല്ലിന്റെ സാരഥികൾ കൊണ്ട് റബ്ബേ മുഹിയദ്ദീൻ റാത്തീബ് സംഘടിപ്പിച്ചവർ കൊണ്ട് അല്ലാഹ്. അതിലേക്ക് സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി പിന്തുണച്ചിട്ടുള്ള നാട്ടുകാര പ്രവാസികളുമായ സഹോദര സഹോദരിമാർ കൊണ്ട് അല്ലാഹ്. നേർച്ചകൾ നൽകിയവരുണ്ട് റബ്ബേ. എല്ലാവരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും നീ തീർത്ത് നൽകണേ അല്ലാഹ്. രോഗങ്ങൾ ശമനം നൽകണേ അല്ലാഹ്. ക്യാൻസർ ഉള്ളവരുണ്ട് റബ്ബേ ശമനം നൽകണേ അല്ലാഹ്. മജ്ജമാറ്റിവാക്കൽ ശസ്ത്രക്രിയ നടത്തുന്നവരുണ്ട് നീ പരിപൂർണമായ ഖൈറിലാക്കണേ അല്ലാഹ്. പനി ബാധിച്ചവരുണ്ട്, ചുമയുള്ളവരുണ്ട്, കഫക്കെട്ടുള്ളവരുണ്ട്, ഛർദി കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, തൊണ്ടവേദനയുള്ളവരുണ്ട്, അൾസർ ഉള്ളവരുണ്ട്, അരിശസിന്റെ അസുഖമുള്ളവരുണ്ട്, യൂട്രസിൽ മുഴയുള്ള സഹോദരിമാരുണ്ട്, കൈകാലുകൾ വേദനയുള്ളവരുണ്ട്, തരിപ്പുള്ളവരുണ്ട്, കടച്ചിലുള്ളവരുണ്ട് റബ്ബേ നീ പരിപൂർണമായ ശമനം കൊടുക്കണേ അല്ലാഹ്. തലവേദന മൈഗ്രീനസും കൊണ്ട് പ്രയാസം
പറഞ്ഞവരുണ്ട്, കണ്ണിനെ കാഴ്ചശക്തി കുറഞ്ഞു പോയെന്ന് പ്രയാസം പറഞ്ഞവരുണ്ട്, കാതിന്റെ കേൾവി ശക്തി ഇല്ലാത്തവരുണ്ട്, ജന്മനാവാവിന് സംസാര വൈഭവമില്ലാത്തതാകുന്ന മക്കളുണ്ട്. എല്ലാവർക്കും നീ എല്ലാ ഹൈറും തിരിച്ചുകൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാവിധ കഴിവും കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. നിന്റെ ത്വഅത്തിനായി ദീർഘായുസ്സ് നസീബാക്കണേ അല്ലാ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, വാൾവിന് തകരായി ഹാർട്ടിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് നിലകൊള്ളുന്നവരുണ്ട്. എല്ലാ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. നടുവിന് തേയ്മാനമുള്ളവരുണ്ട്, ഡിസ്കിന് പ്രോബ്ലം ഉള്ളവരുണ്ട്, എല്ലാ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. പലവിധ ഓപ്പറേഷനുകൾ പറഞ്ഞ മക്കളുണ്ട്, അല്ലാഹുവേ നിന്റെ സംരക്ഷണയിലാക്കണേ അല്ലാ. നിന്റെ ത്വഅത്തിനായി ഞങ്ങൾക്ക് ഏവർക്കും ദീർഘായുസ്സ് നസീബാക്കണേ അല്ലാ. മാരകമാകുന്ന രോഗങ്ങൾ നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റബ്ബേ, നീ പരീക്ഷിക്കല്ല അല്ലാ, നീ പരീക്ഷിക്കല്ല റബ്ബേ. ഈ പരിശുദ്ധമാക്കപ്പെട്ട മിഅ്റാജിന്റെ രാവ് ബറക്കത്തുള്ള രാവാക്കണേ അല്ലാ. ഈ ബറക്കത്ത് മുറ്റിയ രാവിൽ നിന്റെ ദർബാറിലേക്ക് ഞങ്ങൾ ബറക്കത്ത് ചോദിക്കുന്നു അല്ലാ. പരിശുദ്ധ റജബിലും ശഅബാനിലും ബറക്കത്ത് ചൊരിയണേ അല്ലാ. പവിത്രമായ റമദാൻ ഞങ്ങളിലേക്ക് നീ എത്തിക്കണേ അല്ലാ. ധാരാളം സുഹൃതങ്ങൾ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാ. ആ റമദാനിനെ വേണ്ട വിധത്തിൽ വരവേൽക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. നോമ്പ് നോൽക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. സകാത്ത് കൊടുക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഉംറയ്ക്ക് നിയ്യത്ത് വെച്ചവരുണ്ട്, തൗഫീഖ് നൽകണേ അല്ലാ. അടുത്ത വർഷം ഹജ്ജിന് തൗഫീഖ് നൽകണേ അല്ലാ. നിന്റെ ത്വഅത്തിനായി ദീർഘായുസ്സ് നസീബാക്കണേ അല്ലാ. കൊറോണ, ഒമിക്രോൺ അടക്കമുള്ള സർവ്വവിധ വൈറസുകളിൽ നിന്ന് ഞങ്ങൾക്ക് സംരക്ഷണം നൽകണേ അല്ലാ. വല്ലാതെ സീരിയസ് ആയി മംഗലാപുരം വിവിധങ്ങളാകുന്ന ഹോസ്പിറ്റലൈസ് ചെയ്ത ആളുകളുണ്ട്, പരിപൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. ഒരുപാട് ആളുകൾ ഫോൺ വിളിച്ചുകൊണ്ട് സങ്കടം പറഞ്ഞവരുണ്ട്, അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നീ തീർത്തു കൊടുക്കണേ അല്ലാ. കരുനാഗപ്പള്ളിയിൽ നിന്ന് സലീം എന്ന സഹോദരൻ, അദ്ദേഹത്തിനോട് പല ആളുകളും ദുആ വസിയത്ത് നടത്തിയിട്ടുണ്ട്, അവരുടെ സങ്കടങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. മുടങ്ങാതെ സുബഹിക്ക് ശേഷമുള്ള ആത്മീയ മജ്‌ലിസിൽ വിനീതനോടൊപ്പം പങ്കെടുക്കുന്ന റൂഹേ ബയാൻ കുടുംബാദികളുണ്ട്, ഈ നാട്ടുകാരുണ്ട്, ലൈവായി കേട്ടുകൊണ്ടിരിക്കുന്ന പതിനായിരങ്ങളുണ്ട്. എല്ലാവരുടെയും വിഷമങ്ങൾ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അവരുടെ സങ്കടങ്ങൾ നീ തീർക്കണേ അല്ലാ. ഈ മിഅ്റാജിന്റെ രാവിൽ ഞങ്ങളുടെ ഇവരുടെയും പ്രാർത്ഥനകൾ നീ ഖബൂലാക്കണേ അല്ലാ. ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഹൈറായ ജോലി നൽകണേ അല്ലാ. പ്രവാസ ലോകത്ത് നാട്ടിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നവരുണ്ട്, അല്ലാഹുവേ ഹൈറിന്റെ കവാടങ്ങൾ തുറക്കണേ അല്ലാ. സാമ്പത്തികമാകുന്ന ഭദ്രത നൽകണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നൽകിയിട്ടുള്ള സമ്പത്തിൽ വർധനവ് നൽകണേ അല്ലാ. ഒരുപാട് ബിസിനസിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തവരുണ്ട്, അതിന്റെ ലാഭം കൊയ്തെടുക്കാൻ സാധിക്കാതെ സങ്കടം പറഞ്ഞവരുണ്ട്, ഹൈറിലേക്ക് എത്തിക്കണേ അല്ലാ. കടബാധ്യതകളിൽ നിന്ന് സംരക്ഷണം നൽകണേ അല്ലാ. ഉള്ള കടങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള മാർഗങ്ങൾ നീ തുറസാക്കണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നൽകണേ അല്ലാ. കണ്ണീർ വെക്കുന്നവരുടെ കണ്ണീരിനെ തൊട്ട് കാക്കണേ അല്ലാ. അസൂയാലക്കണ അസൂയത്തൊട്ട് കാക്കണേ അല്ലാ. മാരണം ചെയ്യുന്നവരുടെ മാരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. നൽകിയിട്ടുള്ള സർവ്വ നിഅമത്തുകളും നിലനിർത്തണേ അല്ലാ. അത് വിശാലമാക്കി അനുഗ്രഹിക്കണേ അല്ലാ. കുടുംബജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, സാലിഹത്തുമായ സന്താനങ്ങളെ നൽകണേ റബ്ബേ. പരിശുദ്ധമായ രാവിന്റെ ബറക്കത്ത് കൊണ്ട് നിന്റെ ദർബാറിലേക്ക് ഞങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന റബ്ബേ, സാലിഹത്തുമായ സന്താനങ്ങളെ നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഗർഭിണികളാകുന്ന സഹോദരിമാരുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാ. നീ സുഖപ്രസവം നൽകണേ അല്ലാ. അനുയോജ്യരായ ഇണകളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, നീ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ, നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. സ്ത്രീധനമെന്ന മഹാവിപത്തിന്റെ പേരിൽ കണ്ണീര് കുടിക്കുന്ന 30-35 വയസ്സെത്തിയ സഹോദരിമാരുണ്ട്, ഖൈറിന്റെ കവാടം നീ തുറക്കണേ അല്ലാ. നീ തുറക്കണേ റബ്ബേ, നീ തുറക്കണേ അല്ലാ. റാഹത്തായ ജീവിതം കൊടുക്കണേ അല്ലാ. വിഷമങ്ങൾ നീ നീക്കണേ അല്ലാ. സാമ്പത്തികമാകുന്ന അടിത്തറ നീ നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നൽകി
നൽകിയിട്ടുള്ള സമ്പത്ത് ദീനിനു വേണ്ടി ചെലവഴിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. പള്ളിക്ക് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി, ദീനി സ്ഥാപനങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്ന ഈ തഖ്ലീൽ ജമാഅത്തിലുള്ള മുഴുവൻ സഹോദരങ്ങളെയും ഓൺലൈനിലൂടെ കേൾക്കുന്ന ആയിരക്കണക്കിന് സഹോദര സഹോദരിമാരെയും നീ കബൂലാക്കണേ റബ്ബേ. ഞങ്ങളുടെ മഹല്ലത്തിൽ നീ ഇസ്സത്തിലാക്കണേ അല്ലാഹ്. ആത്മീയമാകുന്ന ഉയർച്ച നൽകണേ അല്ലാഹ്. ഖുതുബൽ ഖതാബ് ഖൗസ് വഹിയദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സർറുൽ അസീസ് അവിടുത്തെ റാത്തീബ് വർഷം തോറും കഴിക്കുന്നവരാണ് റബ്ബേ. അവിടുത്തെ പൊരുത്തം നൽകണേ അല്ലാഹ്. അവിടുത്തെ മദദിലാക്കണേ റബ്ബേ. അവിടുത്തെ ജീവിതം ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്തു അല്ലാഹ്. അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അവിടുത്തെ മദദിലാക്കണേ അല്ലാഹ്. അവിടുത്തെ ഹിഫ്ദിലും ഹിമായത്തിലും ഹിർസിലുമായി ഞങ്ങളുടെ ജീവിതം വഴി നടത്തണേ റബ്ബേ. ഞങ്ങളുടെ മഹല്ലിലെ ഉസ്താദുമാർ, സമുന്നതരായ ഉലമാക്കൾ, ഈ മജ്ലിസിൽ നിലകൊള്ളുന്ന ഉലമാക്കൾ, ഞങ്ങളുടെ ആത്മീയ നേതൃത്വം നൽകുന്നതാകുന്ന മുഴുവൻ ഉസ്താദുമാർക്കും നീ ഖൈർ പ്രദാനം ചൊരിയണേ അല്ലാഹ്. നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. ദീർഘായുസ്സ് നസീബാക്കണേ റബ്ബേ. അപകടങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലുപത്തുകളെ തൊട്ട് ഞങ്ങളെയും അവരെയും നീ കാവലിലാക്കണേ അല്ലാഹ്. കുടുംബജീവിതം താറുമാറായി പ്രയാസത്തിലെത്തിയവരുണ്ട്, ഹുൽമിന് വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട്. പടച്ച റബ്ബേ, ഹൈറായ ജീവിതം അവർക്കിടയിൽ നീ കൊടുക്കണേ റബ്ബേ. ഹൈറാണിയെങ്കിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ത്വലാഖിലേക്ക് പോകുന്ന അവസ്ഥയെ തൊട്ട് ഞങ്ങൾ നിന്നോട് കാവൽ തേടുന്നു അല്ലാഹ്. പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നീ ഇണകൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. കള്ളു കുടിക്കുന്ന ഭർത്താവ് തന്നെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞ സഹോദരിമാർ ഈ നാട്ടിലുള്ളവർ തന്നെയുണ്ട്. പടച്ച റബ്ബേ, അവരുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. നീ തീർത്തു കൊടുക്കണേ റബ്ബേ. നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. ഭാര്യയുടെ നാക്ക് വളരെ മോശമാണ് ഉസ്താദേ എന്ന് സങ്കടം പറഞ്ഞ ഭർത്താക്കന്മാരുണ്ട്. മോശപ്പെട്ട സംസാരത്തെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. ആവശ്യമില്ലാത്ത ഫനായി ഫസാദ് പറയുന്നതിനെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സന്താന പരമ്പരകളെയും നീ കാക്കണേ അല്ലാഹ്. ഖുർആൻ ഓതുന്ന നാവാക്കണേ അല്ലാഹ്. ദിക്ർ ചൊല്ലുന്ന നാവാക്കണേ അല്ലാഹ്. സ്വലാത്ത് അധികരിപ്പിക്കുന്ന നാവാക്കണേ അല്ലാഹ്. ഹബീബായ നബി തങ്ങളെ പ്രിയം വെക്കുന്ന നാവാക്കണേ അല്ലാഹ്. ആ പരിശുദ്ധ പ്രവാചകന്റെ ശഫാഅത്തിന്റെ അഗ്രകാരിൽ പാപികളും ദോഷികളുമായി ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ. ആ പ്രവാചകനെ സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആ പ്രവാചകന്റെ മുന്നിൽ ചെന്നുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് കൺകുളിർക്ക സലാത്ത് സലാം പറയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. സർവ്വ അമ്പിയാക്കൾ, ഔലിയാക്കൾ, മഹാന്മാരുടെ ചാരത്തേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ റബ്ബേ. അവരുടെ പൊരുത്തം നൽകണേ അല്ലാഹ്. ലോക മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റബ്ബേ. ഞങ്ങൾ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സഹജനങ്ങൾ, സുഹൃത്തുക്കൾ, അയൽവാസികൾ, ഞങ്ങളുടെ മഹല്ലുകളുടെ ഖബർസ്ഥാനിൽ അന്തിവിശ്രമം ചെയ്യുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഈ വിനീതന്റെ ഉമ്മയടക്കം ഈ വിനീതന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരടക്കം അല്ലാഹുവേ സർവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന വിനീതന്റെ ഭാര്യ, മക്കൾ, കുടുംബാദികൾ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹജനങ്ങൾ, ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ലൈവായി സദസ്സ് വീക്ഷിക്കുന്നതാകുന്ന പതിനായിരങ്ങൾ, മറക്കപ്പുറത്തിരുന്നു കൊണ്ട് കണ്ണീര് കൊഴിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ, എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നിന്റെ ത്വഅത്തിനായി നസീബാക്കണേ അല്ലാഹ്. സർവോപരി ഈ രാവിൽ നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തെല്ലാം ഖൈർ ബറകാത്തുകൾ നിന്നോട് ചോദിച്ചിട്ടുണ്ടോ ആ സർവ ഖൈർ ബറകാത്തുകളും ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു റബ്ബേ. അവിടുന്ന് കാവൽ തേടിയിട്ടുള്ള സർവ്വവിധ ശുറൂർ ഫസാദുകളെ തൊട്ടും ഞങ്ങൾ നിന്നോട് കാവൽ തേടുന്നു അല്ലാഹ്. നീ കാവലാക്കണേ അല്ലാഹ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വഅദ് പറഞ്ഞ ഉസ്താദുമാർ വരുന്ന ദിവസങ്ങളിൽ ആത്മീയ നേതൃത്വം നൽകി പ്രഭാഷണം നടത്തുന്ന, ദുആ ചെയ്തു തരുന്ന ഞങ്ങളുടെ സമുന്നതരായ ഉലമാക്കൾ എല്ലാവർക്കും നീ സിഹത്ത് നൽകണേ അല്ലാഹ്. വിനീതന്റെ വഅദ് നീ ഖബൂലാക്കണേ അല്ലാഹ്. അഫറുള്ള വഅദാക്കണേ അല്ലാഹ്. എനിക്കും ഈ സദസ്സിലുള്ള മുഴുവൻ ആളുകൾക്കും
അതിലൂടെ നന്നാവാ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ ദുനിയാവും ആഖിറവും നീ സന്തോഷത്തിലാക്കണേ റബ്ബേ. സർവോപരി ആഖിറം റാഹത്താക്കണേ അല്ലാ. കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ ഉറക്കെ ചൊല്ലണേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറയണേ. മദ്ഹറുല്ലതമായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സാദിഖുൽ മസ്തൂഖായ ഹബീബ് മുഹമ്മദ് മുസ്തഫ ഫഖൻ നബിയ്യിന ഫീ ഖൽഖി വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമി വലാ കറമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ للخلق كلهم سريت من حرمي ليلا إلى حرمي كما سرى البدر في تاج من الظلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم അല്ലാഹുവേ നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ മദ്ഹറുല്ലതമായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സാദിഖുൽ മസ്തൂഖായ ഹബീബ് മുഹമ്മദ് മുസ്തഫ ആ പ്രവാചകന്റെ പൂമുഖം കണ്ടുകൊണ്ട് സ്വർഗ്ഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് നല്ല ദിവസത്തിൽ നല്ല സന്ദർഭത്തിൽ നല്ല സമയത്ത് നല്ല രീതിയിൽ നല്ലവരുടെ ചാരത്ത് വെച്ചുകൊണ്ട് മരണം വരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ബിഹഖി യാ അക്രമൽ ഖൽഖി മാ ലിമൻ ആലൂദു ബിഹി സിവാക ഇൻദ ഹുലുലിൽ ഹദീസ് ഫിൽ ആമീം മൗലായ على حبيبك خير الخلق كلهم ولي ضيق رسول الله جاهك بإذا الكريم تجلى باسم منتقم مولاي بك خير الخلق كلهم يا نفس لا تقنطي من زلة عظمت إن الكبائر في الغفران كالأمام مولاي بك خير الخلق كلهم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم مولاي كلهم والطف بعبدك في دارين إن له صبرا متى تدعوه الأهوال ينهزم مولاي وأذلي صحبي صلاة منك دائمة على النبي بمنهل ومنسجم
مولاي صل وسلم ليهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى صيدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ.